ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. സോ ഒരു 2-3 മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷെൽഫിഷ് എന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നില്ലേ, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഹാക്ക് ചെയ്യുന്ന ഒരു ടൂള്, അതായത് ഇൻസ്റ്റാഗ്രാം ഫിഷിംഗ് ടൂളാണത്. സോ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. സോ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ എന്ന ഒരു ടൂളാണ്. ഓക്കെ, ജോൺ ദ റിപ്പർ. സോ ഈ ഒരു ടൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഫയൽസോ ഫോൾഡേഴ്സ് അതിൻ്റെയൊക്കെ പാസ്വേഡ് നമ്മൾ ക്രാക്ക് ചെയ്ത് ഓഫ്ലൈനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ക്രാക്ക് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടൂള് ചെയ്യുക. സോ ഒരുപാട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം. സോ ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ LS അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജോൺ എന്നൊരു ഡയറക്ടറി കാണാൻ സാധിക്കും. സോ ഇത് ഞാൻ ഓൾറെഡി ഗിറ്റ് ക്ലോൺ യൂസ് ചെയ്ത് ആ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമാൻഡിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അവിടെ നിങ്ങൾക്ക് ഈ ഒരു റെപ്പോസിറ്ററി ക്ലോൺ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. സോ ഗിറ്റ് ക്ലോൺ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുക, ക്ലോൺ ചെയ്തെടുക്കുക. അതിനുശേഷം ആദ്യം തന്നെ നിങ്ങൾ APT അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് ക്ലോൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് 2 പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. PKG ഇൻസ്റ്റാൾ പേൾ, അതുപോലെ PKG ഇൻസ്റ്റാൾ ബിൻ യൂട്ടിൽസ് എന്ന ഈ 2 കമാൻഡ് കൊടുക്കുക. ഓക്കെ, സോ അത് രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ CD സ്പേസ് ജോൺ എന്ന ഡയറക്ടറിയിലേക്ക് കയറുക. ഓക്കെ, ജോൺ എന്ന ഫോൾഡറിലേക്ക് കയറിയതിന് ശേഷം നിങ്ങൾ LS അടിച്ച് നോക്കിയാൽ റൺ SRC എന്ന് 2 ഫയൽ കാണാൻ സാധിക്കും. സോ ഈ 2 ഫയലാണ് നമുക്കിനി ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് CD SRC എന്ന് പറഞ്ഞ ആ ഫോൾഡറിലേക്ക് കയറുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കോൺഫിഗർ എന്നൊരു ഫയലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഫൈൻഡ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് കോൺഫിഗർ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു ഫയൽ അവിടെ വിസിബിളായിട്ട് വരുന്നത്. സോ ഈ ഒരു ഫയൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. സോ അതിനായിട്ട് ./configure എന്ന കമാൻഡ് കൊടുക്കുക. ആ ഒരു ഫയൽ നമ്മൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അവിടെ കാണുന്ന ഒരു കമാൻഡ് കണ്ടില്ലേ, make -s clean and make sj4, ആ ഒരു കമാൻഡ് നമുക്കിനി അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ കമാൻഡ് ശേഷം ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസ്സറിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ റാം, ഇതൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ സ്പെക്ക് അനുസരിച്ചിരിക്കും അത് എന്താ പറയുക, ആ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ആവാനുള്ള സമയം എന്ന് പറയുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു SRC എന്ന ഫോൾഡറിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് ബാക്ക് ഇറങ്ങുക. ഓക്കെ, CD സ്പേസ് .. അടിച്ച് ബാക്ക് ഇറങ്ങുക. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ജോൺ എന്ന ഒരു ഫോൾഡറിലേക്ക് വന്നിരിക്കും. അവിടെ നിന്നും നിങ്ങൾക്കിനി എന്താ പറയുക, റൺ എന്ന ഫോൾഡറിലേക്കാണ് കയറേണ്ടത്. ഓക്കെ, ഇപ്പോൾ CD സ്പേസ് റൺ എന്ന ഫോൾഡറിലേക്ക് കയറുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് LS അടിച്ച് നോക്കിയാൽ ഇവിടെ ഒരുപാട് ഫയൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇതെല്ലാം ജോണിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, ആ ഒരു ടൂളിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, ആ ഒരു ടൂളിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. സോ ഇനി നിങ്ങൾക്ക് ./ജോൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളവിടെ ജോൺ എന്ന ടൂൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ജോണിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് യൂസേജ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ജോൺ, ഓപ്ഷൻസ്, പാസ്വേഡ് ഫയൽസ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കമാൻഡ് ലൈൻ വരിക. സോ അങ്ങനെ നമ്മൾ ജോൺ എന്ന ടൂള് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ആയിരിക്കും. സോ എല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. സോ അതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.